നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം പുണർദം നക്ഷത്ര ജാതരുടെ ഏകദേശം 44 വയസ്സ് മുതൽ 51 വയസ്സ് വരെയുള്ള പ്രായത്തിൽ അവരെ സ്വാധീനിക്കുന്ന കേതൂർ ദശാകാല ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മളിന്നിവിടെ പറയുന്നത്. ഈ ഒരു കേതൂർ ദശാകാലത്തിൻ്റെ പ്രായപരിധി, അതായത് 44 മുതൽ 51 വരെ എന്ന് പറയുന്നത് ഒരു ഏകദേശ കണക്കാണ്. കാരണം ഏതൊരു പുണർദം നക്ഷത്ര ജാതനും ജനിക്കുന്നത് വ്യാഴദശാകാലത്തിലാണ്. വ്യാഴദശാകാലം എന്ന് പറയുന്നത് 16 വർഷം ഉണ്ടായിരിക്കും. എന്നാൽ ജനന സമയത്തെ ആശ്രയിച്ചാണ് അവർക്ക് പുണർദം നക്ഷത്രക്കാർക്ക് 16 വർഷം കിട്ടുമോ, 8 വർഷം കിട്ടുമോ, 4 വർഷം കിട്ടുമോ, 3 വർഷം കിട്ടുമോ, 16 വർഷം കിട്ടുമോ എന്നൊക്കെ അറിയാനൊക്കെ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പൊതു വീഡിയോയ്ക്ക് ഉൾപ്പെടുത്തുമ്പോൾ വ്യാഴദശാകാലത്തിൻ്റെ 16 വർഷത്തിന് നേർപകുതി കിട്ടാൻ ഇവിടെ ഒരു ഏകദേശ കണക്ക് കൂട്ടുന്നു. അപ്പോൾ അവർക്ക് ജനന സമയം മുതൽ ഏകദേശം 8 വയസ്സ് വരെ വ്യാഴദശാകാലവും, 8 വയസ്സ് മുതൽ 27 വയസ്സ് വരെ ശനിദശാകാലവും, 27 വയസ്സ് മുതൽ 44 വയസ്സ് വരെ ബുധദശാകാലവും, 44 വയസ്സ് മുതൽ ഏകദേശം 51 വയസ്സ് വരെ കേതുർ ദശാകാലവുമായിരിക്കും എന്നാണ് ജ്യോതിഷപരമായിട്ട് നമുക്ക് ഏകദേശ കണക്കനുസരിച്ച് സൂചിപ്പിക്കാൻ. ഈ കേതുർ എങ്ങനെയായിരിക്കും ഇവരുടെ ദശാനാഥനായിട്ട് വരുമ്പം ഇവർക്ക് ഫലങ്ങൾ നൽകുന്നത് എന്ന് പരിശോധിച്ചാൽ, ജാതകപ്രകാരം ശുഭസ്ഥിതിയിൽ നിൽക്കുന്ന കേതുർ ഒരുപാട് ശുഭഫലങ്ങൾ നൽകും. ജാതകപ്രകാരം അശുഭാവസ്ഥയിൽ നിൽക്കുന്ന കേതുറാണെങ്കിൽ ഗുണഫലങ്ങൾക്ക് കുറവുണ്ടാകും, അല്ലെങ്കിൽ ദോഷഫലങ്ങൾക്ക് വർധനവുണ്ടാകും. ഇനി ശുഭനായിട്ട് നിൽക്കുന്ന കേതുർ എന്തൊക്കെ ഫലങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നൽകാനിടയുള്ളത്? കേതുർ എന്ന് പറയുന്ന ഗ്രഹം തന്നെ രാഹുവിൽ നിന്നും ഉത്ഭവിച്ചവനാണ്. ജ്യോതിഷത്തിൽ കേതുറിനെ പറയുമ്പോഴത്തേക്കും കേതുറിന് ശിരസില്ല എന്നാണൊരു കഥാവ്യാഖ്യാനം. ശിരസില്ലാത്തവനായതുകൊണ്ട് തന്നെ എടുത്ത് ചാടി മുന്നും പിന്നും നോക്കാതെ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നവനായിരിക്കും കേതുർ സ്വാധീനിക്കുന്നവൻ എന്നൊരു ഭാഷ്യമുണ്ട്. പക്ഷേ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ഒരുപാട് ജാതകങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കിയാൽ കേതുർ ദശാകാലം എന്ന് പറയുന്നത് തികച്ചും അറിവുകൾ വർദ്ധിക്കാനിടയുള്ളൊരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് അവനവൻ്റെ ആധ്യാത്മികപരമായിട്ടുള്ള അറിവുകൾ, ആ അറിവുകളിൽ കൂടുതൽ താല്പര്യം തോന്നുവാനും ഈശ്വരനുമായിട്ട് കൂടുതൽ അടുക്കുവാനും ദാനധർമാദി കർമ്മങ്ങൾ ചെയ്യുവാനും അതോടൊപ്പം തന്നെ തീർത്ഥാടനങ്ങൾ നടത്തുവാനും വേദ പുരാണ ഇതിഹാസങ്ങൾ പഠിക്കുവാനും അത്തരത്തിൽ ധർമ്മ അധർമ്മങ്ങളെക്കുറിച്ച് ബോധമുണ്ടാകുവാനും ഇടയാകുന്ന ഒരു കാലഘട്ടമായിരിക്കും കേതുർ ദശാകാലം പൊതുവെ. എന്നാൽ നീചനായിട്ടുള്ള കേതുറാണെന്നുണ്ടെങ്കിൽ ചർമ്മസംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ പ്രതീക്ഷിക്കാം. ഉദരസംബന്ധമായിട്ടുള്ളതോ മൂത്രാശയ സംബന്ധമായിട്ടുള്ളതോ ഗർഭപാത്ര സംബന്ധമായിട്ടുള്ളതോ ആയിട്ടുള്ള രോഗദുരിതങ്ങൾക്കും സാധ്യതയുണ്ട്. അതുപോലെ തീ പൊള്ളുക, മറിഞ്ഞ് വീണ് അപസ്മാരം പോലുള്ള രോഗങ്ങൾ വരിക, ബോധക്ഷയം വരിക, ഇങ്ങനെയൊക്കെയുള്ള രോഗദുരിതങ്ങൾക്ക് സാധ്യതയുണ്ട് ദോഷകാരകനായിട്ടുള്ള കേതുറിൻ്റെ ദശാകാലത്ത്. സാമ്പത്തികമായിട്ടുള്ള കടബാധ്യതകൾ വർദ്ധിക്കും എന്നതിനേക്കാൾ ഉപരി വർദ്ധിച്ച് അലോസരപ്പെടുത്തുന്ന സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതൊന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി, അതിന് പരിഹാരം കാണാൻ വേണ്ടി, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിച്ചു എന്ന് വരാം. അതത്ര സത്യത്തിൻ്റെയോ ധർമ്മത്തിൻ്റെയോ നീതിയുടെയോ വഴികളായിരിക്കണം എന്നും ഇല്ല. വളരെ പെട്ടെന്ന് ധനവാനാകാനുള്ള മോഹം കേതുർ ദശാകാലത്തുണ്ടാവാം. അത്തരം ചിന്തകളിൽ പെട്ട് ഏതെങ്കിലുമൊക്കെ കുലുമാലിൽ പോയി ചാടാതിരിക്കുവാനും ശ്രദ്ധിക്കണം. പാരമ്പര്യ സ്വത്തിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ കയ്യാങ്കളിയിലേക്ക് എത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട്
ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയൊക്കെ ധാരാളമായിട്ട് പ്രചാരത്തിലുള്ളത് കൊണ്ട് അതിൻ്റെ അടിയിൽ പോയി എന്തെങ്കിലും ഒരു കമൻറ്റ് എഴുതി, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടു, അത് കേസായി, ഇങ്ങനെയുള്ള സംഭവങ്ങൾ പറയാനിടയുണ്ട്. നല്ലത് സദുദ്ദേശപരമായിട്ട് നമ്മൾ പറയുന്ന ഈ ദശാകാലത്ത് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ദുരുദ്ദേശപരമായിട്ട് ചിത്രീകരിക്കുവാനും വക്രീകരിക്കുവാനും കഴിയുന്ന തരത്തിലുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത്. ഏതൊരു ദശാകാലമാണെങ്കിൽ തീർച്ചയായിട്ടും പല്ലി, പാറ്റ, പഴുതാര, ചലന്തി, തേള് പോലെയുള്ള ജന്തുക്കൾ ഭക്ഷണത്തിൽ കലർന്ന് ഉള്ളിൽ പോയി വിഷബാധ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിഷ അംശങ്ങൾ ഉള്ളിൽ പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിഷകന്യാ സ്വഭാവമുള്ള വ്യക്തികളുമായിട്ടോ സ്ത്രീകളുമായിട്ടോ പുരുഷന്മാരുമായിട്ടൊക്കെ സംഗമിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതായത് കേതുർദശാകാലം വന്നു കഴിയുമ്പോൾ ഏതെങ്കിലുമൊക്കെ വേണ്ടാത്ത ബുദ്ധികൾ, ദൗർബല്യങ്ങളൊക്കെ അങ്ങോട്ട് വളരെ പെട്ടെന്ന് ഉണരും. ഒരു നിമിഷത്തെ ദൗർബല്യത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ അത്രയും കാലം ഉണ്ടാക്കിയ സൽപ്പീരും സൽകീർത്തിയും കുടുംബ ബന്ധങ്ങളും പോലും മറന്നുകൊണ്ട് അഗമ്യഗമനം എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവുള്ള സ്ത്രീ അവരുടെ ഭർത്താവിന് വിട്ട് മറ്റേതെങ്കിലും പുരുഷനോട് താല്പര്യം തോന്നിപ്പോവുക, അതല്ലെങ്കിൽ ഭാര്യയുള്ള ഭർത്താവ് സ്വന്തം ഭാര്യയെ വിട്ട് മറ്റേതെങ്കിലും സ്ത്രീയോട് താല്പര്യം തോന്നിപ്പോവുക, ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ താല്പര്യം തോന്നുകയും അതൊക്കെ പുറത്താകുകയും ചെയ്യും. അത്തരം വിവരങ്ങളൊക്കെ പുറത്തറിയുകയും ചെയ്യും. അതോടുകൂടി കുടുംബം കലങ്ങുമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അതോടൊപ്പം തന്നെ എടുത്തുചാടി ചില തീരുമാനങ്ങൾ എടുക്കുക, അവയൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു. ആ പ്രശ്നത്തിൽ നമ്മൾ ചെന്നിടപെട്ടിട്ട് അതൊരു വലിയ പ്രശ്നമാക്കി മാറ്റി. ചുരുക്കത്തിൽ പ്രശ്നം ഉണ്ടാക്കിയവൻ രണ്ടുപേരും മാറിക്കഴിഞ്ഞാൽ നമ്മളായിരിക്കും ഏറ്റവും വലിയ പ്രതിയായിട്ട് വരുന്ന അവസ്ഥ. സോറിയാസിസ് പോലുള്ള രോഗങ്ങൾ മുതൽ ചർമ്മ സംബന്ധമായിട്ടുള്ള വിവിധ തരത്തിലുള്ള രോഗങ്ങളും പ്രതീക്ഷിക്കാം. ഇനി കേതൂർ വളരെ നീചനാണെന്ന് വയ്ക്കുക. നീചനാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ കാരാഗ്രഹവാസം അടക്കം ഉണ്ടാകും. ഏതെങ്കിലും വിഷയങ്ങളിൽ ആവേശം മുതൽ ലഹരി മൂത്ത് ഏതെങ്കിലും വിഷയത്തിൽ ക്ഷിപ്രവേഗതയിൽ പ്രതികരിക്കുന്നു, കേസാകുന്നു. വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വഴുതി വീഴുന്ന പ്രദേശങ്ങളിലൂടെയുള്ള സഞ്ചാരം കൊണ്ട് വീഴുക, വരും വരാഴികളെക്കുറിച്ച് ആലോചിക്കാതെ ഏതെങ്കിലും കാര്യത്തിൽ ചെന്ന് തലവെച്ച് കൊടുക്കുക, അവസാനം ഇവർ പ്രതിയാകുന്ന അവസ്ഥ. ശത്രുക്കളെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മനോദൗർബല്യത്തിന് അടിമയാകേണ്ടി വരും. അങ്ങനെ നമ്മളെ ആരെങ്കിലും അടിമയാക്കി വെച്ചുകൊണ്ട് ഒന്നെങ്കിൽ സ്നേഹം കാണിച്ചായിരിക്കാം, അല്ലെങ്കിൽ നിന്നെ ഞാൻ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചാടുവാക്കുകൾ പറഞ്ഞ് നമ്മളുടെ മനസ്സിനെ സ്വാധീനിച്ച് നമ്മളെ അടിമയാക്കി വെച്ചുകൊണ്ട് അവരങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കുക. സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളെ എങ്ങനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇത് നമ്മൾ തിരിച്ചറിയാൻ വൈകിപ്പോകും. അത് തിരിച്ചറിയുമ്പോഴേക്കും നമുക്ക് നഷ്ടപ്പെടാനുള്ളതെല്ലാം നഷ്ടപ്പെട്ടും കഴിയും. ഇതുമൊക്കെ കേതുർദശാകാലത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തീപിടുത്തം ഉണ്ടാകാൻ അഗ്നിഭയം ഇത് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഉന്നതന്മാരുമായിട്ടുള്ള വിരോധം, പ്രത്യേകിച്ചൊരു കാരണം വേണമെന്നില്ല, എന്തെങ്കിലും ഒരു ചെറിയ കാരണം കൊണ്ട് എന്തെങ്കിലുമൊക്കെ കുറച്ചൊരു സ്വാധീനമോ അധികാരമൊക്കെ ഉള്ളവരുമായിട്ട് കടുത്ത ശത്രുത വരിക, അവർക്കെതിരെ കേസ് കളിക്കാൻ പോവുക, പ്രത്യേകിച്ച് ഒരു കാരണമില്ലാത്ത നിസ്സാര കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ കോടതി വ്യവഹാരങ്ങളുമായിട്ട് നീങ്ങേണ്ടി വരിക, സ്വയം ഒരു അപമതിപ്പ് തോന്നുക ചില സന്ദർഭങ്ങളിൽ. അപ്പോൾ ഇനിയിപ്പം എന്തിനാ ജീവിച്ചതിനിട്ട് വേറെ പണിയൊന്നുമില്ല, ഒന്നും നേടാൻ നോക്കുന്നില്ല, ഞാൻ ചെയ്യുന്നതെല്ലാം നഷ്ടത്തിലാകുന്നു എന്നൊക്കെ തോന്നുന്നൊരവസ്ഥ. അപ്പം കേതുർ ശുഭനായാലും അശുഭനായാലും ഏകദേശം ഒരേ തരത്തിലുള്ള ഫലങ്ങൾ തന്നെയാണ് നമുക്ക് എടുക്കാൻ പറ്റുക. ശുഭനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉന്നത സ്ഥാനമാന ലബ്ധി, കൊടിയടയാളത്തിന് കീഴിൽ വർക്ക് ചെയ്യേണ്ടുന്ന സാഹചര്യമാണ്. ഏതെങ്കിലും രാജകീയ മുദ്രകൾ പതിച്ചിട്ടുള്ള സ്ഥാപനത്തിലോ ഒക്കെ ജോലി കിട്ടുക, അല്ലെങ്കിൽ അത്തരത്തിൽ രാജകീയ മുദ്രകൾ പതിച്ചിട്ടുള്ള വാഹനങ്ങൾ യാത്ര ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ രാജകീയ മുദ്രകൾ പതിക്കുന്ന യൂണിഫോം ധരിക്കാൻ ഇടവരിക, ഇങ്ങനെയുള്ള ഗുണഫലങ്ങളുണ്ട്. അതായത് നീതിന്യായ
വ്യവസ്ഥയിലെ നിയമപാലകർ മുതൽ നീതിപീഠങ്ങളിൽ ഇരിക്കുന്നവർ വരെ ആകുവാൻ കേതുർ അനുകൂലമാണെങ്കിൽ യോഗ്യത ഉണ്ടെങ്കിൽ സാധിക്കും. അതിനനുസരിച്ച് വിദ്യാഭ്യാസ യോഗ്യതകളുണ്ടെങ്കിൽ ഉന്നത നീതിപീഠങ്ങളിൽ നിയമജ്ഞരായിട്ട് എത്തിച്ചേരുവാൻ പോലും കേതുർ സഹായിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും നഗരങ്ങളുടെ ഭരണം, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ തലപ്പത്ത് വരിക, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി പോലുള്ളവയുടെ തലപ്പത്ത് വരിക, അതല്ലെങ്കിൽ ഏതെങ്കിലും ബോർഡ്, കോർപ്പറേഷൻ, സഹകരണ സംഘങ്ങൾ തുടങ്ങിയവയുടെ തലപ്പത്ത് വരിക, ഇതൊക്കെ കേതുർ അനുകൂലമാണെങ്കിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം, ഭാഗ്യാനുഭവങ്ങളുടെ നിധി കിട്ടുക എന്നൊക്കെയാണ് നമ്മൾ പണ്ട് ശ്ലോകങ്ങളിൽ പറയുക. ഇന്നത്തെ കാലത്ത് നിധിയൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. കിട്ടിയാൽ പോലും സർക്കാരിന് കൊടുത്തിട്ട് അതിൻ്റെ നിശ്ചിത ശതമാനം മാത്രമേ നമുക്ക് കിട്ടും. അതല്ല, അതിനേക്കാൾ ഒരുപ്പം ലോട്ടറി ഭാഗ്യം വീഴുക എന്ന് പറയുന്നത് പോലെയുള്ള നമ്മൾ അധ്വാനിക്കാതെ വിയർക്കാതെയുള്ള കുറച്ചധികം ധനം നമ്മുടെ കൈവശം വരിക, വളരെയേറെ ആനക്കൊമ്പുകൾ വരെ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള വീടുകൾ ലഭിക്കുക, ഇങ്ങനെയുള്ള വളരെ ഗുണകരമായിട്ടുള്ള ഫലങ്ങളും കേതുർ നൽകും. എന്നാലും കേതുർ ആയതുകൊണ്ട് കല്ലേറിലകപ്പെട്ട് നമുക്ക് കൈ പൊട്ടുക, കാല് പൊട്ടുക, ശിരസ് പൊട്ടുക എന്ന് പറയുന്ന ഫലങ്ങൾ മുതൽ ഈ പറഞ്ഞിരിക്കുന്ന ഫലങ്ങൾ വരെ കേതുറിനെ കൊണ്ട് ചിന്തിക്കാം. എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു വരുന്ന നക്ഷത്രക്കാരുടെ, പുണർദം നക്ഷത്രക്കാരുടെ കേതുർ ദശാകാലം എന്ന് പറയുന്നത് ഇവർക്ക് പൊതുവെ ഗുണകരമായിരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടുന്ന ഇവരുടെ ഒരു ഗുണാധികം എന്ന് പറയുന്നത് ചില തിരിച്ചറിവുകൾ ഉണ്ടാകും. ഇന്നലെ വരെയുള്ള ജീവിതത്തിൽ തങ്ങൾക്ക് എവിടെയാണ് പിഴച്ചത്, തങ്ങൾ എവിടെയാണ് ദൗർബല്യത്തിന് അടിമപ്പെട്ടത്, തങ്ങൾ എവിടെയാണ് വിശേഷ ബുദ്ധി പ്രയോഗിക്കാതിരുന്നത്, തങ്ങൾക്ക് എവിടെയാണ് അബദ്ധങ്ങൾ സംഭവിച്ചത്, തങ്ങളെ ആരാണ് ചൂഷണം ചെയ്തത്, തങ്ങളെ ആരാണ് വഞ്ചിച്ചത്, തങ്ങളെ ആരാണ് കബളിപ്പിച്ചത്, ഇങ്ങനെയുള്ള വിഷയങ്ങളിലൂടെ തിരിച്ചറിവ് ഉണ്ടാകാനിടയുള്ളൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പ്രായം വരെ ഏകദേശം ഒരു 44 വയസ്സ് വരെ ഇവർ ജീവിച്ചു വന്നിരുന്ന രീതിയിൽ നിന്നും തികച്ചും വിഭിന്നമായി പിന്നീടുള്ള കാലം മുന്നോട്ട് പോകാൻ സാധിക്കും. കേതുർ ദശാകാലം ഇവരെ സംബന്ധിച്ച് ഒരുപാട് തിരിച്ചറിവുകൾ ഉണ്ടാകുന്നു. ആ തിരിച്ചറിവുകളുടെ അടിസ്ഥാനത്തിൽ ആരും പറയാതെ സ്വന്തം ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്നു, ജീവിത ശൈലികളിൽ മാറ്റം വരുത്തുന്നു, സമീപനങ്ങളിൽ മാറ്റം വരുത്തുന്നു, സംസാരത്തിൽ മാറ്റം വരുത്തുന്നു, വസ്ത്രധാരണത്തിൽ മാറ്റം വരുത്തുന്നു. ടോട്ടലി ഒരു മാറ്റം ഇവർക്കുണ്ടാകും. ഇത് വേറെ ആരും പറഞ്ഞിട്ടില്ല. അവർക്ക് ജീവിതം നൽകിയ അനുഭവങ്ങൾ, ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കണ്ട, ആരെ കൂടപ്പിറപ്പായി കരുതണം, ആരെ കൂടപ്പിറപ്പായി കരുതരുത് തുടങ്ങിയിട്ടുള്ള തിരിച്ചറിവുകളടക്കം ഉണ്ടാകാനിടയുള്ളൊരു കാലഘട്ടം തന്നെയാണ് കേതുർ ദശാകാലം ഇവരെ സംബന്ധിച്ച്. അപ്പോൾ കേതുർ ദശാകാലം പൊതുവെ നമ്മൾ പറയുമ്പോൾ കേതുറാണോ പ്രശ്നമാണ് എന്ന് പലരും പറയാറുണ്ട്. പക്ഷേ കേതുർ എപ്പോഴും അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും പാണ്ഡിത്യത്തിൻ്റെയും ആളാണ്. അദ്ദേഹം എപ്പോഴും നമുക്ക് തിരിച്ചറിവുകൾ നൽകുന്ന ആളാണ്. നമുക്ക് ഇപ്പോൾ അശ്വതി മകം മൂല നക്ഷത്രജാതർക്ക് ജന്മം കൊണ്ട് ജനനത്തിൽ അവർക്ക് കേതുർ ദശ വരുന്നത് കൊണ്ട് അതിൻ്റെ ഗുണം അവർക്ക് ഉണ്ടാകുന്നില്ലെങ്കിലും പിൽക്കാലത്ത് അവരുടെ ചിന്താശേഷി വർദ്ധിക്കുന്നതായിട്ട് കാണാം. എന്ന് പറഞ്ഞതുപോലെ പുണർദം നക്ഷത്രജാതരെ സംബന്ധിച്ച് ഇവർക്ക് 44 വയസ്സിന് ശേഷം വരുന്ന കേതുർ ദശ എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ ചെറിയ രോഗദുരിതങ്ങളൊക്കെ ഉണ്ടാകും. ചെറുതായിട്ടൊന്ന് കൈപൊള്ളുക, അല്ലെങ്കിൽ സന്ധികൾക്ക് വേദന ഉണ്ടാവുക, ഉദര സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരു നീര് വീഴ്ച പോലുള്ള രോഗങ്ങളുണ്ടാകുക, ഉറക്കം നഷ്ടപ്പെടുന്നത് പോലുള്ള അവസ്ഥ ഉണ്ടാവുക, ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവരുടെ ദൗർബല്യങ്ങളിൽ നിന്ന് ഇവരെ മോചിപ്പിക്കുവാൻ, ഇവർക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ, അതായത് എത്രയേറെ വഴിപിഴച്ചു പോകുന്ന വ്യക്തിത്വങ്ങളാണെങ്കിലും ആ വ്യക്തിത്വങ്ങൾക്ക് അവരവരുടെ തെറ്റുകൾ സ്വയം തിരിച്ചറിഞ്ഞൊരു പുതിയ ജീവിതത്തിലേക്ക് പശ്ചാത്താപത്തോടുകൂടെ തിരിച്ചറിവോടുകൂടെ സഞ്ചരിക്കുവാൻ വഴിയൊരുക്കുന്നൊരു കാലഘട്ടമായിട്ട് തന്നെയാണ് കേതുർ ദശാകാലത്ത് നമുക്ക് വിലയിരുത്താൻ പറ്റുക. ഇനി അതിനീചനാണ് ഗ്രഹനിലയിൽ കേതുറെങ്കിൽ ഈ കാലഘട്ടത്തിൽ മദ്യത്തിന് അടിമയായിരിക്കും, ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയായിരിക്കും. അങ്ങനെയൊക്കെ അടിമകളായാൽ അതിൻ്റെയൊക്കെ തിക്താനുഭവങ്ങളും ഈ ദശാകാലത്തിൽ തന്നെ ഉണ്ടാകും, തീരുമാനമാകും ഈ ദശാകാലത്തിൽ തന്നെ. അപ്പോൾ കേതുർ ദശാകാലം എന്ന് പറഞ്ഞാൽ അതിനെ പേടിക്കേണ്ട ഒരു കാലഘട്ടമല്ല. ഇവരെ സംബന്ധിച്ച് കുറച്ച് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ദശാകാലമെന്നാണ്
ജ്യോതിഷ അഭിപ്രായം പറയുന്നത്. പ്രശ്നങ്ങളില്ലാതിരിക്കത്തില്ല. കേതൂർ ദശനാഥനായിട്ട് വന്നാൽ പ്രശ്നങ്ങളുണ്ടാകും, രോഗദുരിതങ്ങളുണ്ടാകും, ചെറിയ ചെറിയ കലഹങ്ങളുണ്ടാകും, പിണക്കങ്ങളുണ്ടാകും, ചെറിയ ചെറിയ സാമ്പത്തികം, ഇതെല്ലാം ഉണ്ടാകും. എന്നാലും നമ്മൾ പൊതുവേ ഒരു കണക്കെടുപ്പ് നടത്തിയാൽ കുറച്ചധികം നേട്ടങ്ങൾ നമ്മളെ തേടി വന്നിട്ടുണ്ട് എന്ന് പിൽക്കാലത്ത് മനസ്സിലാക്കാൻ ഉപകരിക്കുന്നതാണ് കേതൂർ ദശാകാലം. കേതൂർ ദശാകാലത്തിൽ ദോഷപരിഹാരമായിട്ട് നമുക്ക് ജ്യോതിഷത്തിൽ പറയാൻ പറ്റുന്നത് ചൊവ്വാഴ്ച ദിവസങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, സിന്ദൂരമോ കുങ്കുമമോ തിലകമായി ധരിക്കുക, ചാമുണ്ഡി അഥവാ ദുർഗാദേവി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസം ദർശനം നടത്തുക, രക്തപുഷ്പാഞ്ജലി, ഗുരുതി പുഷ്പാഞ്ജലി, കുങ്കുമാർച്ചന, ഇങ്ങനെ നമ്മളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമുക്ക് എന്തൊക്കെ വഴിപാടുകൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക, പ്രാർത്ഥിക്കുക. പിന്നെ ദേവീഭക്തരാണെങ്കിൽ കേതുവിൻ്റെ മൂർത്തി ചാമുണ്ഡി അഥവാ ചണ്ഡികയാണ്. കേതൂർ ക്ഷേത്രത്തിൽ, തമിഴ്നാട്ടിലുള്ള കേതൂർ ക്ഷേത്രത്തിലോ ഒക്കെ പോയി ദർശനം നടത്തുന്ന നല്ലതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വീടിനടുത്തുള്ള നവഗ്രഹ ക്ഷേത്രത്തിൽ കേതൂറുണ്ട്. അതുമല്ലെങ്കിൽ ദുർഗാദേവി ക്ഷേത്രവും ചാമുണ്ഡി ക്ഷേത്രവും എടുത്താൽ മതി. പ്രാർത്ഥിക്കുക. പിന്നെ ദേവി മഹാത്മ്യം പോലുള്ള ഗ്രന്ഥങ്ങളിലെ ശ്ലോകങ്ങളൊക്കെ പതിവായിട്ട് ജപിക്കുന്നതും കേതൂർ ദോഷപരിഹാരമായിട്ട് ജ്യോതിഷം ചൂണ്ടിക്കാണിക്കുന്നവയാണ്. ഇതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് വീണ്ടും പുണർതം നക്ഷത്രക്കാരുടെ മറ്റുള്ള പ്രായത്തിലെ ദശാകാല വിവരണങ്ങളുമായിട്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകളുമായിട്ട് മറ്റൊരവസരത്തിൽ കാണാം. നന്ദി, നമസ്കാരം.